ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോഫ്റ്റ് ചിക്കൻ ഫ്രൈ ആണ്. അതിന് വേണ്ടുന്നത് ചിക്കൻ്റെ ലെഗ് പീസാണ്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്. നമ്മൾ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം കൂടി ഇട്ട് ചതച്ച് നന്നായിട്ട് മിക്സിയിൽ ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. ഇത് വരഞ്ഞ ചിക്കനാണ്. വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനായതുകൊണ്ട് അരപ്പതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് അടച്ച് വെച്ചിരിക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് നന്നായി ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് നന്നായി തിളയ്ക്കണം. തിളച്ച എണ്ണയിലേക്ക് ഇതാ നമ്മൾ ചിക്കൻ ഇടണം. ചിക്കനിൽ തേച്ച മിച്ചമുള്ള അരപ്പ് എല്ലാം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും പോലെയല്ല, വളരെ കുറച്ച് എണ്ണ മതി. ഇപ്പം ഇത് വെളിച്ചെണ്ണയിലോ പാം ഓയിലോ ഏത് എണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഹെൽത്തിനൊന്നും വലിയ പ്രശ്നമൊന്നും വരില്ല. മാത്രമല്ല, ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇനി എണ്ണ കുറച്ചങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പാൻ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ അങ്ങ് വാർന്നു പോകും. അതിൻ്റെ മസാല അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഹാർഡായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആകുമ്പം ഈ പ്രായമുള്ളവർക്കൊക്കെ കഴിക്കാൻ കുറച്ച് അനിഷ്ടമായിരിക്കും. ഇവിടെ പിന്നെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ചെറിയ കുഞ്ഞിന് വരെ കഴിക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടിരിക്കും. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പം നമ്മളത് തിരിച്ചിടുകയാണ്. ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് അടയ്ക്കണം. അടച്ച് വെച്ചിട്ട് വളരെ ചെറിയ തീയിലാണ് ഇനി വേവിക്കുക. നമ്മൾ ആദ്യം നന്നായിട്ട് ഉള്ള തീയിൽ വേവിച്ചെങ്കിൽ ഇനി നമ്മൾ വളരെ ചെറിയ തീ മതി നമുക്കിത് വേവിച്ചെടുക്കുക. രണ്ട് സൈഡും നല്ല മൂത്തിട്ടുണ്ട്. നമ്മളിത് തിരിച്ച് മറിച്ച് വിട്ട് ഒന്നുകൂടി തീയിലിട്ട് വേവിക്കണം. നമ്മുടെ സോഫ്റ്റ് ചിക്കൻ ഫ്രൈ ഇതാ റെഡിയായിരിക്കുകയാണ്.